വർക്കിൻ്റെ ആദ്യത്തെ പ്രൊസീജിയറായിട്ടുള്ള ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ഡേറ്റ് ആണെന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഫേസ്ബുക്കിൽ വന്നിട്ട് ഇവിടെ ഇടതുവശത്ത് 3 വരകൾ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അതിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് സെക്കൻഡിന് ശേഷം മുകളിൽ ഒരു സെർച്ച് ഐക്കൺ നിങ്ങൾക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ബൈ ആൻഡ് സെല്ല് ആലപ്പുഴ. ഓക്കെ, ഇങ്ങനെ സെർച്ച് ചെയ്യുക കീബോർഡിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ 2 അലർട്ടുകൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഗ്രൂപ്പ്സ് എന്നും ഗ്രൂപ്പ് പോസ്റ്റ് എന്നായിരിക്കും വരുന്നത്. ഇതിനകത്ത് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ കാണാം ബൈ ആൻഡ് സെൽ തൊടുപുഴയിൽ എന്തും വിൽക്കാം. കാരണം തൊട്ടടുത്തൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ട് നിങ്ങളിതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം തൊടുപുഴയിൽ എന്തും വിൽക്കാൻ വാങ്ങാം, ഇതിനകത്തും ജോയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാൻ പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ചെറുകിട കച്ചവടക്കാരൊക്കെ കൂടുതലായിട്ട് ഇതിനകത്ത് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ OLX എന്തും വിൽക്കാൻ വാങ്ങാം, ഇതിൽ ജോയിൻ ചെയ്യുക. അതിനുശേഷം ചേർത്തല OLX ജോയിൻ ചെയ്യുക. ഇതിനകത്ത് റിയൽ എസ്റ്റേറ്റ് ഞാൻ വിട്ടിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അതുപോലെ ബൈ ആൻഡ് സെൽ എന്തും വിൽക്കാൻ വാങ്ങാം, അതിൽ ജോയിൻ ചെയ്യുക. ആലപ്പുഴയിൽ എന്തും വിൽക്കാൻ വാങ്ങാം, അതിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് എത്ര സാധിക്കുന്നുവോ അത്രയും നിങ്ങൾ ജോയിൻ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇതാണ് ആദ്യത്തെ ഫേസ്ബുക്കിൽ ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇതിന് ശേഷം നിങ്ങൾ പുറകോട്ട് വന്നതിന് ശേഷം ഇവിടെ വീണ്ടും പുറകോട്ട് വരിക. വീണ്ടും 3 വരകളിൽ തന്നെ വന്നതിന് ശേഷം മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരിക. ഓക്കെ, ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെല്ല് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഐറ്റംസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പോസ്റ്റർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ടൈറ്റിൽ ഇവിടെ എന്തെങ്കിലും കൊടുക്കുക. കിഡിലൻ ഓഫർ, പ്രൊമോഷൻ വീഡിയോ 799 രൂപയ്ക്ക്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് നമുക്ക് 799 കൊടുക്കാം. കാറ്റഗറി വന്നിട്ട് നിങ്ങൾക്ക് ബുക്സ് ആൻഡ് ഫിലിംസ് ജസ്റ്റ് സെലക്ട് ചെയ്തിടുക. ഇതിന് ശേഷം യൂസ്ഡ് ഗുഡ് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ വിളിക്കുക, ഉടൻ മെസ്സേജ് ചെയ്യുക എന്നങ്ങനെ എഴുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ലൊക്കേഷൻ എഡിറ്റ് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റിയിടാം. നമ്മുടെ പരസ്യം കൂടുതൽ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ ഭാഗത്താണ് കൂടുതൽ സെർച്ച് ചെയ്യാൻ പോയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ആലപ്പുഴ സെർച്ച് ചെയ്ത് താഴെ വരുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വേറെ ഒന്നും ചെയ്യേണ്ട. ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളുടെയൊക്കെ ഇതിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് തൊട്ട് ചേർന്ന് ചെറിയ ചെറിയ ബോക്സുകളും കാണാം, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഞാൻ മൊത്തം 3 ഗ്രൂപ്പ് ജോയിൻ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ 3 ഗ്രൂപ്പ് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ എത്രമാത്രം ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുന്നോ അത്രമാത്രം ഗ്രൂപ്പുകളിൽ നിങ്ങൾ പരസ്യം ഇടണം. ഓക്കെ, എന്നാലാണ് നിങ്ങളുടെ പരസ്യം കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അഡ്മിൻ സ്വീകരിച്ചിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഇവിടെ കാണിക്കും. അതിൻ്റെ തൊട്ടടുത്തുള്ള ബോക്സുകളിൽ ക്ലിക്ക് ചെയ്താൽ ഡൺ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ പബ്ലിഷ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരസ്യം പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി നോക്കാം എന്താ ചെയ്തിട്ടുള്ളതെന്ന്. അതിന് ശേഷം ഞാൻ ഒന്നുകൂടി പബ്ലിഷ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഞാനിതൊക്കെ ഡിസ്കാർഡ് ചെയ്യാണ്. നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം ചെയ്തത് ഗ്രൂപ്പുകളിൽ പോയിട്ട് സെർച്ച് ചെയ്യണ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഇത്തവണ ബൈ ആൻഡ് സെല്ല് കണ്ണൂരാണ് കൊടുക്കുന്നത്. ഓക്കെ, കണ്ണൂരാണ് ഞാൻ കൊടുക്കുന്നത്.
ഓക്കെ, സെർച്ച് ചെയ്യാൻ കൊടുത്തു. ശേഷം അതിന് ശേഷം ഗ്രൂപ്പ് എന്നും ഗ്രൂപ്പ് പോസ്റ്റ് 2 ബട്ടണുകൾ വരും. അതിൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു നമ്മൾ. അതിനുശേഷം ബൈ ആൻഡ് സെല്ല് കാസർഗോഡ് കണ്ണൂർ വന്നിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യാം. ബൈ ആൻഡ് സെല്ല് കണ്ണൂർ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാം. ഇതെന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? ഇതിനകത്തൊക്കെ ഒരുപാട് ചെറുകിട ബിസിനസ്സുകാരുണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ആ ബിസിനസ്സുകാരൊക്കെ നമ്മളിടുന്ന പരസ്യങ്ങൾ കാണുകയും നമുക്ക് എൻക്വയറി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാൻ കാണിച്ചു തന്നു. ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ പുറകോട്ട് വരിക. പുറകോട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ 3 വരകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ സെല്ല് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഐറ്റംസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരത്തെ ഒരു പോസ്റ്റർ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ഇടാനായിട്ട്. ആ പോസ്റ്റർ ക്ലിക്ക് ചെയ്ത് ഡൺ കൊടുക്കുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിപ്പോൾ തൽക്കാലം XYZ എന്നാണ് ഇടുന്നത്. നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എന്തിടണം, ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, പ്രൈസ് വന്നിട്ട് 799 ഞാൻ ഇടുന്നു. കാറ്റഗറി വന്നിട്ട് ബുക്സ് ആൻഡ് ഫിലിംസ് എന്ന് ഇടുന്നു. കണ്ടീഷൻസ് എന്ന് വന്നിട്ട് യൂസ്ഡ് ഗുഡ് എന്ന് കൊടുക്കുന്നു. ഡിസ്ക്രിപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, കൂടുതൽ അറിയാൻ ഉടൻ വിളിക്കുക. ഓക്കെ എന്ന് മാത്രം ഇടുക. ലൊക്കേഷൻ വന്നിട്ട് നമ്മൾ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഞാൻ കണ്ണൂർ ഭാഗത്താണ് കൂടുതൽ ഇടാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ സെർച്ച് ചെയ്ത് കണ്ണൂരിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണൂർ സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. അതിനുശേഷം ലിസ്റ്റ് ഇൻ മോർ പ്ലേസസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഞാൻ കണ്ണൂർ കൊടുത്ത സ്ഥലങ്ങളൊന്നും അഡ്മിൻ എന്നെ അനുവദിച്ചിട്ടില്ല. എന്നിരുന്നാലും ഞാനിവിടെ തന്നിട്ടുള്ള 3 സ്ഥലങ്ങളിലേക്ക് ഞാൻ പരസ്യം ഇടുകയാണ്, ഡൺ ഇടുകയാണ്, പബ്ലിഷ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരസ്യം ഇവിടെ പബ്ലിഷ് ആകുന്നതായിട്ട് കാണാം. ഇത്തരത്തിലുള്ള പല ആളുകളും പരസ്യങ്ങൾ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇതിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മളെപ്പോലെ ചെയ്യുന്ന കമ്പനിയുടെ ഒരു പരസ്യം പോലും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിടുന്ന പരസ്യങ്ങൾ അടുത്ത ഇതിൽ ഈ ഒരു സെക്ഷനിൽ വരുന്നതായിരിക്കും. എൻക്വയറികൾ നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ എൻക്വയറി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മെസ്സഞ്ചർ വഴിയാണ് വരിക. അതായത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചർ വഴിയാണ് നിങ്ങൾക്ക് വരിക. അപ്പോൾ നിങ്ങൾ എൻക്വയറി ചെക്ക് ചെയ്യേണ്ടത് മെസ്സഞ്ചറിൽ പോയിട്ട് ചെക്ക് ചെയ്യണം അവിടെ എൻക്വയറി വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.